ശ്രീരാമചന്ദ്രന് തൻ്റെ വനവാസത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യമായിരുന്നു മഹത്തായ ദാനം. തൻ്റെ രാജ്യത്ത് ഇരിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം ദാനം ചെയ്യുക, അവരുടെ കഷ്ടപ്പാടുകൾ മാറുക, ആരെന്ത് ചോദിച്ചാലും അവർക്ക് ദാനം ചെയ്യുക, അവരുടെ ആഗ്രഹ സാഫല്യം നടത്തുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു ഗാർഗ്യൻ, ത്രിജടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഗാർഗ്യമുനി എന്നാണ് നമ്മൾ സാധാരണ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മുനി തൻ്റെ പരിവാര സമേതം എന്ന് പറഞ്ഞ ശിഷ്യജനങ്ങളോടുകൂടി താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കടുത്ത ദാരിദ്ര്യം വന്നു. അവരുടെ ശിഷ്യസമ്പത്തിനെ നോക്കാനുള്ള വലിയൊരു കൃഷിയിടം അവർക്കുണ്ടായിരുന്നു. ആ കൃഷിയിടം തൻ്റെ ശ്രദ്ധയിൽ യാഗത്തിലും യോഗോമത്തിലും മെഡിറ്റേഷനിലും ധ്യാനത്തിലൊക്കെ പോകുന്ന സമയത്ത്, ജപധ്യാനങ്ങളിലൊക്കെ പോകുമ്പോൾ ഈശ്വര ഉന്മുഖമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയുണ്ടാവില്ല. അപ്പോൾ പതുക്കെ കൃഷികൾ നശിക്കാൻ തുടങ്ങി, അത് പരിപാലിക്കാൻ സാധിക്കാതെ വന്നു. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം കംപ്ലീറ്റ് നിന്നു. അപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് പോയി. ഇവർക്ക് ശിഷ്യസമ്പത്തിനെ നോക്കാനുള്ള ഒരു വകുപ്പുണ്ടായിരുന്നില്ല. ആ അവസരത്തിലാണ് ആരോ വന്ന് പറഞ്ഞത്, ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ എല്ലാവർക്കും ദാനം ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കും പോയി എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം ദാനം തരും. നമുക്ക് നിലനിന്ന് പോകാനും ഈശ്വരോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ആ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം തരുന്ന ദാനം, നല്ല എന്തെങ്കിലും കാര്യമായിട്ടുള്ള ദാനം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് ഈ ഗാർഗ്യമുനി ത്രിജടൻ ഇദ്ദേഹം പരിവാര സമേതം അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തോടുകൂടി ശ്രീരാമചന്ദ്രനെ കണ്ട് വണങ്ങി കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഈശ്വരോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് കൃഷിയൊന്നും നോക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വരുമാനമൊന്നുമില്ല, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒന്നും നമ്മുടെ പറമ്പുകളിലില്ല. അതുകൊണ്ട് താങ്കൾ നമ്മളെ രാജാവാണ്, ഈ രാജ്യത്തിൻ്റെ ഒരു ധർമ്മം എന്ന നിലയ്ക്ക് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളും പ്രജകളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അപേക്ഷിക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ഉദ്ദേശവും ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കുറേയധികം നമ്മൾ ചെയ്തു കഴിഞ്ഞു, ഇനിയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടാരത്തിൻ്റെ പുറത്തായിട്ട്, കൊട്ടാരത്തിൻ്റെ ആ പരിധിയിൽ നിന്ന് പുറത്തായിട്ട് വലിയൊരു മൈതാനമുണ്ട്. ആ മൈതാനത്തിൽ ധാരാളം പശുക്കൾ, ഈ കുടുംബത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആസ്തിയായിട്ടുള്ള ഈ പശുക്കൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ പശുക്കൾ മാത്രമേ ഇനിയുള്ളൂ. ഒരു കാര്യം ചെയ്യൂ, 10,000 പശുക്കളുണ്ട്. നിങ്ങൾ ഒരു കല്ലെടുക്കുക. ഈ കല്ല് എടുത്തിട്ട് എവിടെയാണോ വലിച്ചെറിയുന്നത് അവിടം വരെ, ആ ദൂരം വരെയുള്ള എല്ലാ പശുക്കളും നിങ്ങളെടുക്കുക. എന്നിട്ട് അതിനെ പരിപാലിച്ചെങ്കിലും നിങ്ങൾ, ആ ഗോമാതാവിനെ പരിപാലിച്ചെങ്കിലും നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ നിത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഒരു കല്ലെറിയുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള വലിയൊരു കല്ലെടുക്കുകയാണെങ്കിൽ അധികം ദൂരം പോവില്ല, ഏറ്റവും ചെറിയ കല്ലെടുക്കുകയാണെങ്കിൽ അതും അധികം ദൂരം പോവില്ല. അപ്പോൾ ഇത്രയും എൻ്റെ ശിഷ്യസമ്പത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്താ വഴി? അപ്പോൾ അദ്ദേഹം ഒരു മീഡിയം ടൈപ്പ്, അധികം ശക്തിയില്ലാതെ അധികം ബലമില്ലാതെ എന്നാൽ വലിച്ചെറിഞ്ഞാൽ കുറച്ച് ദൂരം പോകുന്ന ഒരു കല്ലെടുത്തു. എന്നിട്ട് ശ്രീരാമൻ്റെ മുമ്പിൽ തന്നെ ആ കല്ല് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ആ കല്ല് വലിച്ചെറിഞ്ഞപ്പോൾ ഏകദേശം ഒരു 200-300 മീറ്റർ ആയിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. അത്രയും സമ്പത്ത് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. ആ പശുക്കളായിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. ഇത് രാമായണത്തിലെ ഒരു ശ്രീരാമൻ്റെ വനവാസത്തിന് മുമ്പ് നടന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദാനത്തിൻ്റെ കർമ്മമാണ്. അപ്പോൾ അത്രയ്ക്കും മനസ്സുള്ള രാജാക്കന്മാരായിരുന്നു പണ്ട്. അവർ പ്രജാക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനോഭാവമുള്ളവരായിരുന്നു. ശ്രീരാമൻ്റെ ജീവിതത്തിലും ഇതൊരു വഴികാട്ടിയായിട്ട് അദ്ദേഹം എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള, നന്മ നേരാനുള്ള, പ്രജാസംരക്ഷണത്തിനുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.